ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മധ്യേ മനുഷ്യൻ്റെ രക്ഷയ്ക്കായി നൽകപ്പെട്ട നാമം, മനുഷ്യൻ്റെ രക്ഷയ്ക്കായി നൽകപ്പെട്ട നാമമാണ് യേശുവിൻ്റെ നാമം. ലോകത്തിൻ്റെ മായകൾ ഒരുപാടുണ്ടല്ലേ. നമ്മൾ ഈ ഭൂമിയിൽ, നമ്മൾ ഈ മനുഷ്യ ശരീരത്തിൽ, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യത്തിലൂടെ കയറി ഇറങ്ങിയാൽ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കും ഈ ഭൂമിയിലുള്ള പല കാര്യങ്ങളുമായിട്ട് നമ്മളിങ്ങനെ ഡീൽ ചെയ്യുമ്പോഴത്തേക്കും ഇതാണ് പെർമനൻറ്റ്. അതാ യേശു പറയുന്നത്, അന്ധരെ വഴി നടത്തിയാൽ രണ്ടുപേരും കൂടെ പോയി കുഴിച്ചാടും. അപ്പോൾ യഥാർത്ഥ വെളിച്ചമാരാ നമ്മളെ നിത്യജീവിതത്തിൻ്റെ പ്രകാശം, ദൈവരാജ്യത്തെ നമുക്ക് തുറന്ന് കാട്ടി നൽകുന്ന, നമ്മളെ രക്ഷിക്കുന്ന യേശു. അപ്പോൾ ആ യേശുവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുകൂലമായിട്ടുണ്ട്. പ്രപഞ്ചത്തെയും സ്വർഗത്തെയും സകല ലോകങ്ങളെ മനോഹരമായി സൃഷ്ടിച്ചവന് അവൻ്റെ സാന്നിധ്യത്തിൽ നമ്മുടെ ജീവിതം മനോഹരമായി തീരുകയാണ്. അപ്പോൾ യേശുവിനെ ഒരാത്മാവ് കണ്ടുമുട്ടുകയും ആ ക്രിസ്തുവിൽ ഒരാത്മാവ് വിശ്രമിക്കുകയും ചെയ്യുന്ന നിമിഷം മുതൽ സകലവും മനോഹരമാവുകയാണ്. ഹല്ലേലൂയ, യേശുവെ ആരാധന. അപ്പോൾ ക്രിസ്തുവിൽ വിശ്രമിക്കുവാനുള്ള വലിയൊരു വിളി ദൈവം നമുക്ക് വേണ്ടി മനോഹരമായ ദിനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ തൊട്ട് മുൻപ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ, ആ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ കുറേ നാളുകൾക്ക് മുമ്പ് എടുത്തൊരു വീഡിയോ ആയിരുന്നു. അന്ന് ഞാൻ അപ്പസ്തോല പ്രവർത്തനം 9-ാം അധ്യായത്തിൽ പത്രോസ്ലീഹ ജോപ്പ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയ കാര്യമാണ് അവിടെ ഡിസ്കസ് ചെയ്തത്. ജോപ്പ എന്ന് പറഞ്ഞ ആ ഒരു പേരിൻ്റെ അർത്ഥം ബ്യൂട്ടിഫുൾ, മനോഹരമെന്ന, മനോഹരമായൊരു സ്ഥലമാണ് ജോപ്പ. അപ്പം അന്ന് സോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ യോപ്പായിൽ, മലയാളത്തിൽ യോപ്പ, ഇംഗ്ലീഷ് ജോപ്പയ്ക്ക് ഹീബ്രുവിലാണ് ബ്യൂട്ടിഫുൾ എന്നുള്ള ആ ഒരു അർത്ഥം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ യോപ്പായിൽ പൗലോസ്ലീഹ ആ യോപ്പായിലെത്തി. അവിടെ അതിശക്തമായ രീതിയിൽ പത്രോസ്ലീഹ യോപ്പായിലെത്തി. അതിശക്തമായ രീതിയിൽ ദൈവം അവിടെ പത്രോസ്ലീഹാനെ ഉപയോഗിച്ചു. അപ്പം ജോപ്പായിൽ പത്രോസ്ലീഹ ആദ്യം എത്തിയ സമയത്ത് ജോപ്പ ടൂർ ചെയ്ത് നടക്കുമല്ലായിരുന്നു പത്രോസ്ലീഹയ്ക്ക് അറിയാം ഇത്ര മനോഹരമായ പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ ഈ ജോപ്പായിൽ പത്രോസ്ലീഹ എത്തിയത് ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശം നടത്താനാണ്. നമ്മളെല്ലാവരെയും കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്കായിട്ട് നമ്മൾ യെസ് പറയുന്ന സമയത്ത് അതിനകത്തേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയപ്പെടുകയാണ്. ആ അഭിഷേകമാണ് നമുക്ക് ഈ ഭൂമിയെ മനോഹരമായി സൃഷ്ടിച്ച ഈ ഭൂമിയെ പോലും നമുക്ക് അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കുവാൻ സഹായിക്കുന്നത്. സൃഷ്ടാവിൻ്റെ സാന്നിധ്യം, പരമാത്മാവിൻ്റെ ശക്തി, ദൈവാത്മാവിൻ്റെ ശക്തി നമ്മുടെ കൂടെ നിൽക്കുമ്പോഴാണ് സകലതും നമുക്ക് അനുഭവിക്കാൻ ഇടയായിത്തീരുന്നത്. ഇപ്പം നമ്മളൊരു ഉദാഹരണം, ഒരു ചായ കുടിച്ചാൽ, ഒരു പഴം, ഒരു ഏത്തപ്പഴം അല്ലെങ്കിൽ പൂമ്പഴം കഴിക്കുമെന്ന് വെച്ചു, നമ്മൾ പരിശുദ്ധാത്മ അഭിഷേകത്തിൽ നിറഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ആ ഭക്ഷണത്തെ ശരിക്കും അനുഭവിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കെല്ലാം നെഗറ്റീവായിരിക്കും. നിങ്ങൾ ഇവിടുന്ന് അമേരിക്കയിൽ പോയാലും, ഓസ്ട്രേലിയയിൽ പോയാലും, അയർലൻഡിൽ പോയാലും, ആഫ്രിക്കയിൽ പോയാലും, എവിടെ പോയെന്ന് പറഞ്ഞാലും നമ്മുടെ മൈൻഡിൽ ആത്മാവിൻ്റെ അഭിഷേകം ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിച്ച് ഇങ്ങനെ അങ്ങ് പുറകെ പോകും. ഈ ഭൂമിയിലെ എല്ലാ സ്ഥലത്തും എല്ലാ ദേശങ്ങളും ദൈവം സൃഷ്ടിച്ചതാണ് ഈ ഭൂമി, അല്ലേ? നമുക്ക് കണ്ടുപിടിക്കാനാണെങ്കിൽ കുറേ നെഗറ്റീവ് ഉണ്ട്. പക്ഷേ നമ്മൾ ആത്മാവിൽ നിറയുമ്പോൾ അതിൻ്റെ നടുവിൽ ദൈവം അതിലെ പോസിറ്റീവിനെ നമ്മൾ കണക്ട് ചെയ്യിപ്പിക്കും. ഇപ്പോൾ ജോപ്പായിൽ പത്രോസ്ലീഹ വന്ന സമയത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജോപ്പായിൽ ഒരു ദുഃഖപൂരിതമായൊരു സമയമായിരുന്നു. അതിൻ്റെ കാരണം യോപ്പായിൽ തബീഥ എന്ന പേരായ ഒരു ശിഷ്യ ഉണ്ടായിരുന്നു. ഈ പേരിന് മാൻപേട എന്നർത്ഥം. സൽകൃത്യങ്ങളിലും ദാനധർമ്മങ്ങളിലും അവൾ സമ്പന്നയായിരുന്നു. ആയിടെ അവൾ രോഗം പിടിപെട്ട് മരിച്ചു. അവർ അവളെ കുളിപ്പിച്ച് മുകളിലത്തെ നിലയിൽ കിടത്തി. ലിദ യോപ്പയുടെ സമീപത്താണ്. പത്രോസ് അവിടെ ഉണ്ടെന്നറിഞ്ഞ് ശിഷ്യന്മാർ 2 പേരെ അയച്ച് താമസിയാതെ തങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് അഭ്യർത്ഥിച്ചു. പത്രോസ് ഉടനെ അവരോടൊപ്പം പുറപ്പെട്ടു. സ്ഥലത്തെത്തിയപ്പോൾ അവനെ മുകളിലത്തെ നിലയിലേക്ക് അവർ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ പത്രോസ് യോപ്പയിലേക്ക് എത്താൻ, ഈ മനോഹരമായ ജോപ്പയിലേക്ക് എത്താൻ കാരണം തബീഥയുടെ മരണമായിരുന്നു. ഒരു മരണ വാർത്ത കേട്ട് പത്രോസ്, ലിദായിലുണ്ടായിരുന്ന പത്രോസ് ജോപ്പായിൽ എത്തുകയാണ്. ഒരു മരണ വാർത്തയാണ് ലിദായിലുണ്ടായിരുന്ന പത്രോസിനെ ജോപ്പയിൽ എത്തിക്കുന്നത്. പ്ലാൻഡ് അല്ല, ദൈവം അവിടെ എത്തിക്കുകയാണ്. ഒരു മരണ വാർത്തയാണ് അതിൻ്റെ കാരണം. അതുവരെ ജോപ്പായെക്കുറിച്ച് പലതും കേട്ടിട്ടുണ്ടെങ്കിലും ഇത്തവണ പത്രോസ് ജോപ്പായിൽ എത്തുന്നതോടുകൂടി പത്രോസിൻ്റെ മേലുള്ള ആ ഒരു പർട്ടിക്കുലർ ദേശത്തുള്ള വിളി അവിടെ ദൈവം തുറക്കുകയാണ്. പത്രോസ് ഉടനെ അവരോടൊപ്പം പുറപ്പെട്ട സ്ഥലത്തെത്തിയപ്പോൾ അവനെ മുകളിലത്തെ നിലയിലേക്ക് അവർ കൂട്ടിക്കൊണ്ടുപോയി. വിധവകളെല്ലാവരും വിലപിച്ചുകൊണ്ട് അവൻ്റെ ചുറ്റും നിന്നു.
അവൾ ജീവിച്ചിരുന്നപ്പോൾ നിർമ്മിച്ച വസ്ത്രങ്ങളും മേലങ്കികളും അവർ അവനെ കാണിച്ചു. പത്രോസ് എല്ലാവരും പുറത്താക്കിയതിനു ശേഷം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പിന്നീട് മൃതശരീരത്തിന്റെ നേരെ തിരിഞ്ഞ് പറഞ്ഞു, തബീഥ എഴുന്നേൽക്കൂ. അവൾ കണ്ണു തുറന്നു. പത്രോസിനെ കണ്ടപ്പോൾ അവൾ എഴുന്നേറ്റിരുന്നു. അവൻ അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പിന്നീട് വിശുദ്ധരെയും വിധവകളെയും വിളിച്ച് അവളെ ജീവിക്കുന്നവളായി അവരെ ഏൽപ്പിച്ചു. അപ്പോൾ ഒരു മരിച്ച വ്യക്തിയെ തിരികെ ജീവൻ നൽകി ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്ന യേശു ചെയ്തതുപോലൊരു ശുശ്രൂഷ പത്രോസ് ഇവിടെ ചെയ്യുകയാണ്. ഇവിടെ പത്രോസ് മൃതശരീരത്തിന് നേരെ തിരിഞ്ഞിട്ട് പറയുന്നില്ല, തബീഥ എഴുന്നേൽക്കൂ. അപ്പോൾ അവൾ കണ്ണു തുറന്നു. തബീഥ എഴുന്നേൽക്കൂ, റൈസ്. അവൻ അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അപ്പോൾ ഇതിനെല്ലാം മുൻപ് പത്രോസ് ചെയ്യുന്നൊരു കാര്യം എന്താ? എല്ലാവരും പുറത്താക്കിയതിന് ശേഷം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അവിടെ ആൾക്കാർ വിഷമിക്കുകയാണ്. അവളെ ഏതെങ്കിലും സൽകൃത്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. പക്ഷെ പത്രോസ് അവിടെ വരുമ്പോൾ പത്രോസ് അങ്ങനെ വിഷമിപ്പിക്കുന്ന ഇനിയൊരു പ്രതീക്ഷയില്ലെന്ന് പറയുന്ന ആൾക്കാരെല്ലാം മാറ്റി നിർത്തിയിട്ട് പത്രോസ് അവിടെ മുട്ടുകുത്തുമ്പോൾ പത്രോസിനൊരു ഉറപ്പുണ്ട്. ആ ഉറപ്പ് ഇപ്രകാരമാണ്: ഉത്ഥാനം ചെയ്ത യേശുവിനെ ഞാൻ കണ്ടതാണ്. മഹിമയുടെ സിംഹാസനത്തിൽ യേശു ഇരിക്കുന്നെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാനാകുന്നു പുനരുത്ഥാനവും ജീവനുമെന്ന് പറഞ്ഞവൻ ഇന്നും ജീവിക്കുന്നുവെന്ന് ഉറപ്പുണ്ട്. ആ തബീഥ, ഈ കുഞ്ഞ് ആ യേശുവിൽ മറഞ്ഞിരിക്കുന്നു, വിശ്രമിക്കുന്നു എന്ന് പത്രോസ് അനുഭവിച്ചതാണ്, അല്ലെങ്കിൽ പത്രോസിന് അറിയാം. ആ വിശ്വാസത്തിന്റെ സ്ഥൈര്യത്തിൽ, ഉറപ്പിൽ നിന്ന് പത്രോസ് അവിടെ പ്രാർത്ഥിക്കണം. അവിടെ യേശുവിന്റെ മഹത്വം ഇറങ്ങി നിൽക്കും. മരിച്ച തബീഥാനെ ജീവിതത്തിലേക്ക് മടങ്ങി വരും. അവൻ അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവളെ ഇത് യോപ്പ മുഴുവനും പരസ്യം. അത് സ്വാഭാവികമായി എപ്പോഴും നടക്കുന്നൊരു കാര്യമാണ്. ആൾക്കാരൊക്കെ ടൂറ് പോകുന്ന ജോപ്പയിലെ മനോഹരമായൊരു സ്ഥലത്ത് പത്രോസിനെ ഒരു മരണവാർത്ത, ഒരു തകർച്ച, ഒരു പർട്ടിക്കുലർ വാർത്ത പത്രോസിനെ അവിടെ കൊണ്ട് എത്തിക്കുകയാണ്. ആ സമയത്താണ് അസാധാരണമായ, പത്രോസിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ദൈവപ്രവൃത്തിയെ ദൈവം ചെയ്യുകയാണ്. പത്രോസ് പ്ലാൻഡ് അല്ല. ദൈവം ഇതുവരെ പത്രോസിന്റെ ശുശ്രൂഷയിൽ വെളിപ്പെടാത്തൊരു മിറക്കിൾ അവിടെ നടക്കുകയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ, ഇപ്പം ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ വന്നത് എൻ്റെ ഫാദറിലോ മരിച്ചപ്പോഴാണ് ഞാൻ നാട്ടിൽ വരുന്നത്. അത് അപ്രതീക്ഷിതമായിട്ട് വന്നതാണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അസാധാരണമായ ദൈവപ്രവർത്തികൾ നടന്ന ശുശ്രൂഷകൾ കുറേ ചെയ്യുവാൻ, പങ്കെടുക്കുവാനും അതിൽ ശുശ്രൂഷിക്കുവാനും ഒക്കെ ദൈവം അവസരം തന്നു. കുറേ ധ്യാനങ്ങളും ശുശ്രൂഷകളൊക്കെ. അപ്പം ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ഇപ്പം ഞാൻ ഇന്ന് ഈ അപ്പോസ്തലപ്രവർത്തനം 9-ാം അധ്യായം ഇതിപ്പോൾ എടുത്ത് വായിക്കാനുള്ള കാരണം തന്നെ ഇതിന് തൊട്ട് മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോ, അത് കുറേ നാളുകൾക്ക് മുമ്പ് എടുത്ത വീഡിയോ ആണ്. പക്ഷേ ഞാൻ ഇപ്പോഴും ഈ വചനം എടുത്ത സമയത്ത് പല കാര്യങ്ങളുമായിട്ട് ദൈവം എന്നെ കണക്ട് ചെയ്യുവാണ്. അപ്പോൾ അതായത് ദൈവത്തിന് എല്ലാ കാര്യങ്ങളും പറയാം. നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ കരം വെച്ച് പറഞ്ഞു, എന്നെക്കുറിച്ച് ദൈവത്തിനൊരു പെർഫെക്റ്റ് പ്ലാൻ. ദൈവത്തിന് നമ്മളെക്കുറിച്ച് മനോഹരമായ പദ്ധതിയുണ്ട്. അത് നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, അനുഗ്രഹത്തിൻ്റെ പദ്ധതിയാണ്, നന്മയുടെ പദ്ധതിയാണ്, ഉയർച്ചയുടെ പദ്ധതിയാണ്. ഒരിക്കലും ചിന്തിക്കരുത് നമ്മൾ എവിടെ നിൽക്കുന്നു അവിടെ ദൈവം നമ്മളെ അനുഗ്രഹമാക്കി ദൈവം നടത്തും. പലപ്പോഴും ആൾക്കാർ വിദേശത്തോടൊക്കെ പോകുമ്പോൾ വിദേശം അനുഗ്രഹമാണെന്ന് ചിന്തിക്കും, വിദേശത്ത് പോകുന്ന അനുഗ്രഹമാണെന്ന് ചിന്തിക്കാറുണ്ട്. വിദേശത്ത് പോയിട്ട് വിഷമിച്ച് നാടായിരുന്നു ബെറ്റർ എന്ന് പറഞ്ഞ് എത്രയോ പേരുണ്ടെന്നറിയാം. വിദേശത്ത് ദൈവം നമ്മളെ അനുഗ്രഹിക്കും, സ്വദേശത്തും ദൈവം നമ്മളെ അനുഗ്രഹിക്കും. എവിടെയാണേലും ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നമ്മുടെ നാടിൻ്റെ നന്മ എത്രമാത്രം ഉണ്ടെന്ന് അത് നമ്മൾ ദൈവം അനുവദിക്കുമ്പോഴാണ് നമുക്കത് അനുഭവിച്ചറിയാൻ പറ്റുന്നത്. ഞാൻ വീണ്ടും പറയും, പിള്ളേരൊക്കെ വന്ന് കുറ്റം പറയും, നാടങ്ങനെ. കഴിഞ്ഞ ദിവസം ഒരു അപ്പനും അമ്മയും വന്നിട്ട് പറഞ്ഞ് ഒരു പയ്യനെ കാനഡയിൽ പഠിക്കാൻ വിട്ടതാണ്. അവൻ 8 വർഷമായിട്ട് വീട്ടിലോട്ട് വന്നിട്ടില്ല. 8 വർഷമായി. അവർ കരയും, അവന് വരണ്ട, അവന് ഇഷ്ടമില്ല, അവന് നാടിനെ ഒട്ടും ഇഷ്ടമില്ല, കളിയാക്കുവാണ്, പുച്ഛം പറയുകയാണ്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് വെളിപ്പെടുത്തി തന്നു, നാടിൻ്റെ വില, ജനിച്ചു വളർന്ന നാടിൻ്റെ വില അത് ദൈവം മനസ്സിലാക്കി കൊടുക്കും. കാനഡയിലൊക്കെ പോയി ഇന്ന് തന്നെ നമ്മൾ ന്യൂസ് കേട്ടല്ലേ, ഒരു സർജറി കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് നേരത്തെ വീട്ടിൽ നിന്ന് ആശുപത്രിയിൽ നിന്ന് പറഞ്ഞു വിട്ട ഒരു മലയാളിയായ വ്യക്തി, നിമിഷ എന്നാണ് അവരുടെ പേര്. അവർ മരിച്ചുപോയി. വളരെ പൂറായിട്ടുള്ള ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെയാണ്. ഓർത്ത് നോക്കി, കൊടും തണുപ്പിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ കപ്പയും ചക്കയും മാങ്ങായും സപ്പോട്ടക്കായും ഉള്ള എല്ലാ കായ്ഫലങ്ങളും നന്മകളും ഒക്കെ അനുഭവിച്ച് ജനിച്ചു വളർന്നവർ
ഈ രാജ്യങ്ങളിൽ പോയിട്ട് കഷ്ടപ്പെടുകയാണ്. ശരിയാണ്, ഫിനാൻഷ്യലി കുറേ കാര്യങ്ങളൊക്കെ ബെറ്റർമെൻ്റ് ആയിട്ട് തോന്നും, പക്ഷെ അവിടെ നന്മകളുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. ദേ ബ്ലസ്ഡ് ഓൾസോ, വി ആർ ഓൾസോ ബ്ലസ്ഡ്. യഥാർത്ഥ ബ്ലെസ്സിങ് എന്താ? നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ക്രിസ്തു നമ്മളോടൊപ്പം ഉള്ളപ്പോൾ എല്ലാം മനോഹരമായി തീരുകയാണ്. മനോഹരമായ ദിനങ്ങൾ, സന്തോഷം നിറഞ്ഞ, ഉത്സാഹം നിറഞ്ഞ, അഭിഷേകം നിറഞ്ഞ, അനുഗ്രഹം നിറഞ്ഞ, ഫാമിലിയോടൊപ്പമുള്ള അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങൾ കർത്താവ് നൽകും. ആ അനുഗ്രഹമാണ് ഏറ്റവും വലുത്, അല്ലേ? നിങ്ങൾ അമേരിക്കയിൽ പോയിട്ട് നിങ്ങൾ ഫാമിലിയായിട്ട് സെറ്റിൽഡായി, 5 പേരുണ്ട്, 5 പേരും പരസ്പരം മിണ്ടുന്ന പോലും, എല്ലാവരും ഫോണിലുമാണ്, ലോകത്തിലുമാണ്, 5 പേരും 5 ഭൂഖണ്ഡത്തിൽ നിൽക്കുന്ന പോലത്തെ രീതി ജീവിക്കുന്നു. അതാണോ നിങ്ങൾ കൈകോർത്ത് പിടിച്ച് സ്നേഹത്തിൽ, ഐക്യത്തിൽ, എല്ലാ കാര്യത്തിലും വീട്ടിലാ ഒരു ഫ്രീഡത്തിനകത്തിരുന്നു സ്നേഹത്തിൽ ആ ഒരു തമാശ പറയുമ്പോൾ ചിരിക്കുകയും ഒരുമിച്ച് നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു ഗ്രേസ് ഉണ്ടല്ലോ, ദൈവം നൽകുന്ന യൂണിറ്റി. ആ യൂണിറ്റിക്കകത്ത് നിന്ന് നമുക്ക് ലൈഫിലുണ്ടാകുന്ന മൊമെൻറ്റ്സ് ഉണ്ട്, ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ്. ആ മൊമെൻറ്റ്സാണ് ഗ്രേറ്റസ്റ്റ് മെമ്മറീസ്. ആ മൊമെൻറ്റ്സ്, അതാണ് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം എന്ന് പറയുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ജീവിതം, അനുഗ്രഹിക്കപ്പെട്ട ജീവിതം. ആൻഡ് അവർ ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ ടു ഗീവ് us എ ബ്ലെസ്സഡ് ലൈഫ്. പറഞ്ഞ് നമ്മുടെ ദൈവം അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങൾ നൽകുന്നവരാണ്. നിങ്ങളുടെ അപ്പൻ്റെ കൂടെ, അമ്മയുടെ കൂടെ, മക്കളുടെ കൂടെ അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങൾ. ഞാൻ പണ്ട് ഓസ്ട്രേലിയയിൽ നിന്ന് നാട്ടിൽ വന്ന സമയത്ത് കുറേ ആൾക്കാർ ഞാൻ പള്ളിയിലൊക്കെ പോകുമ്പോൾ കളിയാക്കുമായിരുന്നു. അതായത് ഈശോ എനിക്കൊരു നിയോഗം തന്നിട്ടായിരുന്നു. ഞാൻ ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്ന എൻ്റെ ജോലിയും കുറേ കാര്യങ്ങളൊക്കെ റിസൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ നാട്ടിൽ വന്നു. കുറേ നാൾ നാട്ടിൽ നിന്നപ്പം ലോകത്തുള്ള മനുഷ്യർ എന്നോട് പറഞ്ഞു, നീ കാണിക്കുന്നത് ശുദ്ധ മണ്ടത്തരം. അന്ന് പപ്പ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കൃഷി ഞാൻ ഹെൽപ്പ് ചെയ്യും. ഞങ്ങൾക്ക് നല്ല ബ്യൂട്ടിഫുൾ ടൈമാണ്. ഞങ്ങൾ കൃഷി ചെയ്യുന്നു, ഞങ്ങൾ ഫിഷിങ്ങിന് പോകുന്നു, ഞങ്ങൾ കുക്ക് ചെയ്യുന്നു, പല കാര്യങ്ങളുമായിട്ട് ഞങ്ങളങ്ങ് പോവുകയാണ്. ശരിയാണ്, കുറേ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും പപ്പ മരിക്കുമ്പോൾ ഇന്ന് ഞാൻ ഓർക്കുവാണ്, ആ മൊമെൻറ്റ്സാണ് ദൈവം തന്ന വലിയൊരു അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളായിരുന്നു. പക്ഷെ ലോകത്തിൻ്റെ മുന്നിൽ എപ്പോഴും ഓർത്തോളം, ലോകം ദൈവം നിങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹത്തെ അത് അനുഗ്രഹമായിട്ട് നിങ്ങൾക്ക് തോന്നാത്ത വിധം സാത്താനും ലോകവും നിങ്ങളിലെ പഴയ മനുഷ്യനും നിങ്ങളെ അത് കുറച്ച് കാണിക്കാൻ നോക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ കുഞ്ഞുങ്ങളാകാം, നിങ്ങൾക്ക് കിട്ടിയ വസ്തുവകകളാകാം, ജോലിയാകാം, ഇന്ന് എന്തൊക്കെയുണ്ടോ അതിൽ തൃപ്തി ഇല്ലാതാക്കാൻ പിശാച് ശ്രമിക്കും. എന്തിനാ? നിങ്ങളുടെ മനസ്സിൽ അസന്തുലിതാവസ്ഥ കൊണ്ടുവരും. അപ്പം ദൈവം അതുകൊണ്ടാണ് വചനത്തിൽ, പുതുനിയമത്തിൽ കാണുന്നത്, എപ്പോഴും എല്ലാറ്റിനും കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കും. നിങ്ങളുടെ അപ്പനായി അമ്മയ്ക്കായി നന്ദി പറഞ്ഞു. ചിലപ്പം കുറേ ഏതോ വിദേശത്തെ രാജ്യത്ത് പോകാൻ ശ്രമിക്കുകയാണ്, ഇപ്പം പോകാൻ പറ്റുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് അപ്പൻ്റെ അമ്മയുടെ കൂടെ സമയം ചെലവിടാൻ പറ്റുന്നില്ലേ? അതിനായിട്ട് നന്ദി പറഞ്ഞു. എത്രയോ പേർക്ക് ഇപ്പോൾ അത് പറ്റാതിരിക്കുകയാണ്. അപ്പനും അമ്മയുടെ കൂടെ സമയം ചെലവിടാൻ ദൈവം, അപ്പൻ്റെ കൂടെ. ഇപ്പം എൻ്റെ പപ്പ നിത്യതയിൽ ചേർക്കപ്പെട്ടു. ഇപ്പം നമ്മളിവിടെ വരുമ്പം ആളില്ല. പക്ഷെ ഉള്ള സമയത്ത് ആളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുവാൻ ദൈവം അനുവദിക്കുകയാണ്. അപ്പം ദൈവത്തിന് നമുക്ക് ആഗ്രഹങ്ങളുണ്ട്, നമുക്ക് ഇത് നടക്കണം, ഇന്ന സമയത്ത് നടക്കണം, ദൈവം ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടത്തണം. പക്ഷെ പുതിയ നിയമത്തിൽ നമ്മൾ കാണുകയാണ്, നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിൽ വിശ്രമിക്കുമ്പോൾ ദൈവം നമ്മുടെ ദിനങ്ങളെ പരിപാലിക്കും, സംരക്ഷിക്കും, അനുഗ്രഹിക്കും. നമുക്ക് നല്ലതായിട്ടുള്ളതിനെ അവൻ നമുക്ക് വേണ്ടി നൽകും. ഹല്ലേലൂയ. നല്ലതായിട്ടുള്ളതിന് എനിക്ക് വേണ്ടി കുറേ ആൾക്കാർ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറയും, വിദേശത്തൊക്കെ ഞങ്ങൾക്ക് വീട് മേടിക്കണം, ഞങ്ങൾക്ക് ഇത്ര ലോൺ കിട്ടണം, മോർഗേജ് കിട്ടണം. പ്രാർത്ഥിക്കുന്ന സമയത്ത് ചില സമയത്ത് എനിക്കറിയാം കർത്താവ് ചില കാര്യങ്ങൾ ആഗ്രഹിക്കാത്തതുകൊണ്ട്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങളുടെ വീട്ടിലൊക്കെ ആരെങ്കിലും ഉണ്ടോ? നാട്ടിൽ അപ്പനും അമ്മയൊക്കെ ഉണ്ടോ? അവരാ കാര്യമൊക്കെ ദൈവം നോക്കണം, അത് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോളാം, ഞങ്ങൾക്കിപ്പോൾ ഈ ഒരു കാര്യം നടക്കണം. അതിനുശേഷം ചില ആൾക്കാർ വീടൊക്കെ മേടിച്ച് ഈ 5 കോടി 6 കോടി രൂപയുടെയൊക്കെ വലിയ കട, മോർഗേജ് 30-35 വർഷമൊക്കെ കടമെടുത്ത് വെച്ച് വലിയ ഭാരത്തിൽ, അതിനിടയ്ക്ക് വേറെ പ്രശ്നങ്ങൾ വരുന്നു, രോഗപ്രശ്നങ്ങൾ വരുന്നു, നാട്ടിൽ വിഷയങ്ങൾ വരുന്നു, വലിയ ഇഷ്യൂസായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. ഭയങ്കര സ്ട്രെസ്സിൽ ജീവിക്കുന്നവർ, ആത്മഹത്യ ചിന്തയിലൂടെ കടന്നു പോകുന്നവർ. ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ അനുഗ്രഹമാണ്, നമ്മുടെ സ്വസ്ഥതയാണ്, നമ്മുടെ നന്മയാണ്, നമ്മുടെ അഭിഷേകമാണ്, നമ്മുടെ ഉയർച്ചയാണ്. അപ്പോൾ അത് ലോകം ചെയ്യുന്നത് പോലെ തന്നെ എല്ലാം നമ്മൾ ചെയ്യുവാനല്ല, ദൈവത്തോട് ചേർന്ന് നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് മുൻപോട്ട് പോകുമ്പോൾ പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങളെ, നന്മകളെ, അവസരങ്ങളെ, നന്മകൾ അനുഭവിക്കാൻ ദൈവം ഒരുക്കുന്ന സമയത്ത് അത് അനുഭവിക്കുക, അത് സ്വീകരിക്കുക. ഹല്ലേലൂയ. അവിടെ നമുക്ക് സ്ട്രെസ്സില്ല, അവിടെ നമുക്കൊരു ഫ്രീഡമുണ്ട്. ആ ഫ്രീഡമാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം. ഇപ്പോൾ ഇവിടെ പത്രോസ് വിശ്വാസത്തിൽ അവിടെ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മരിച്ചുപോയ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
പ്രതീക്ഷകൾ എല്ലാവരും അസ്തമിച്ച ഒരു സ്ഥലത്ത് പത്രോസ്ലീഹ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. അവിടെ ദൈവമഹത്വം വെളിപ്പെടുന്നു. ആ മകളെ തിരികെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരികയാണ്. അപ്പം ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അസാധ്യങ്ങളുടെ നടുവിൽ നമ്മൾ സാധ്യതകളെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കണം. ഇന്ന് അസാധ്യങ്ങളുടെ നടുവിൽ സാധ്യതകൾ എല്ലാം സാധ്യമാക്കുന്ന ദൈവത്തെ കണ്ടുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, പ്രവചിക്കുന്നു. കർത്താവിൻ്റെ നാമമഹത്വത്തിനായി അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രമാണ്. ഇപ്പോൾ ദൈവം നമുക്ക് ദാനമായി തന്നിട്ടുള്ള സകലത്തിനുമായിട്ടും നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. നമ്മളിവിടെ വ്യക്തമായി കാണുന്നു, യോപ്പ മുഴുവനും അത് പരസ്യമായി വളരെ പേർ കർത്താവിൽ വിശ്വസിക്കുകയും ചെയ്തു. പത്രോസ് തുകൽപ്പണിക്കാരനായ ശിമിയോന്റെ കൂടെ യോപ്പായിൽ കുറേ നാൾ താമസിച്ചു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും വലിയ സാക്ഷ്യത്തിന് കാരണമായിത്തീരും. വലിയ സാക്ഷ്യത്തിന് കാരണമായിത്തീരും. അപ്പം നിങ്ങളുടെ പദ്ധതിയാണോ കർത്താവിൻ്റെ പദ്ധതിയാണോ നടക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? കർത്താവിൻ്റെ പദ്ധതികൾ നടക്കുമ്പോൾ അത് അനേകർ കർത്താവിലേക്ക് തിരിയുവാനിടയായിത്തീരും. വലിയ സാക്ഷ്യത്തിന് കാരണമായിത്തീരും. ഇവിടെ നമ്മളൊന്ന് ഫ്ലെക്സിബിൾ ആയാൽ മതി. എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം, അങ്ങയുടെ ഹിതമാണ്, കർത്താവിൻ്റെ ഹിതമാണ് ബെറ്റർ. ഹീ സീസ് എവരിത്തിങ്. നമ്മളിങ്ങനെ ഹ്രസ്വദൃഷ്ടിക്കാരാണ്. കർത്താവ് ദീർഘമായിട്ട് കാര്യങ്ങൾ കാണും. അതുകൊണ്ട് കർത്താവിലേക്ക് അനേകർ തിരിയുവാൻ നമ്മുടെ ജീവിതം കാരണമായിത്തീരും. വലിയ അത്ഭുതങ്ങൾക്ക് കാരണ വിഷയമായിത്തീരും. മനു താടിക്കാരൻ ഇപ്പോൾ ഇട്ട മെസ്സേജ് ജെറമിയ 29:11 നിന്നെക്കുറിച്ച് ഒരു പദ്ധതി എനിക്കുണ്ട്, അത് നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ഇത് വിശ്വസിച്ച് നമ്മൾ ദൈവത്തിൽ വിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസങ്ങളും വചനത്തിൽ നമ്മൾ കാണും, ദൈവം നല്ല ദിനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നവരാണ്. നന്മ നിറഞ്ഞ ദിനങ്ങൾ. ജോപ്പ എന്നുള്ള ആ സ്ഥലത്തിൻ്റെ പേര് മനോഹരം, ബ്യൂട്ടിഫുൾ എന്നാണ്. ആ ജോപ്പയിൽ തുകൽപ്പണിക്കാരനായ ശിമിയോന്റെ കൂടെ പത്രോസ് കുറേ നാൾ താമസിച്ചു. പിന്നീട് ഗോഡ് ഹാസ് ഗിവൺ ഹിം ബ്ലെസ്സഡ് ടൈം. പ്ലാൻഡ് അല്ലായിരുന്നു, പ്രിപ്പയർഡ് അല്ലായിരുന്നു, പക്ഷെ ആളെ ദൈവം അവിടെ എത്തിച്ചു, ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചു. അതിനുശേഷം തുകൽപ്പണിക്കാരനായ സൈമൺ ദ ടാനറിൻ്റെ കൂടെ ജോപ്പയിൽ അത് ഇന്നും ആ വീടുണ്ട് കേട്ടോ. ജോപ്പ എന്ന് പറയുന്ന സ്ഥലത്ത് പോകുന്നവർക്ക് പത്രോസ്ലീഹ താമസിച്ച ആ വീട് ഇന്നും അവിടെയുണ്ട്. ബ്യൂട്ടിഫുൾ ലൊക്കേഷനാണ്. അവിടെ പോയിട്ടുള്ളവർക്കറിയാം. ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ്. ആ വീട്ടിൽ പത്രോസ്ലീഹ കുറേ നാൾ താമസിച്ചു. അവർ തമ്മിൽ കർത്താവിൻ്റെ വചനമൊക്കെ പങ്കുവെച്ച് അവർ സന്തോഷത്തോടെ അവിടെ കഴിഞ്ഞു. ഇപ്പോൾ ദൈവം മനോഹരമായ ദിവസങ്ങൾ ഒരുക്കുന്നവനാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മളെ ബ്ലെസ് ചെയ്യുന്നവനാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സൂപ്പർ നാച്ചുറൽ ഓപ്പണിംഗ് നൽകുന്നവനാണ്. ഇന്ന് പ്രാർത്ഥിക്കുന്നു, ഇന്ന് കേട്ട ഈ വചനത്തിൻ്റെ സർവ്വ ഐശ്വര്യവും അഭിഷേകവും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിറയപ്പെടട്ടെ. ഞങ്ങളെക്കുറിച്ച് നല്ല പദ്ധതി ഇടുന്ന, കരുണ നിറഞ്ഞ, കൃപ നിറഞ്ഞ അഭിഷേകം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ വഴി നടത്തുന്ന, ആ പോസിറ്റീവായി ഞങ്ങളെ ശക്തിപ്പെടുത്തി വഴി നടത്തുന്ന ദൈവമേ, അവിടെ നൽകുന്ന എല്ലാ ദാനങ്ങൾക്കുമായിട്ട് നന്ദി പറയുന്നു. 5 അപ്പം കരങ്ങളിലെടുത്ത് അവിടെ നന്ദി പറഞ്ഞത് ഇന്ന് അതുപോലെ ഞങ്ങൾക്ക് തന്ന എല്ലാ നന്മകൾക്കുമായിട്ട്, ഈ ജീവിതത്തിനായിട്ട്, സകല അനുഗ്രഹങ്ങൾക്കുമായിട്ട്, സകലത്തിനുമായിട്ട് ഞങ്ങൾ നന്ദി പറയും. ഞങ്ങളുടെ കുടുംബങ്ങൾക്കായി, ഫാമിലി മെമ്പേഴ്സിനായി, ഞങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാവർക്കുമായിട്ട് ഞങ്ങൾ നന്ദി പറഞ്ഞു. കൂട്ടായ്മയ്ക്കായിട്ട് നന്ദി പറഞ്ഞു. ഈ പേജുകൾക്കായി നന്ദി പറഞ്ഞു. ഇതിൽ വചനം കേൾക്കുന്ന ഈശോയെ എൻ്റെ സഹോദരങ്ങൾക്ക്, അങ്ങയുടെ മക്കൾക്കായി ഞങ്ങൾ നന്ദി പറഞ്ഞു. നമ്മൾ കർത്താവിൻ്റെ ശരീരമാണ്. നമ്മൾ ഓരോരുത്തരും യേശുവിൻ്റെ ശരീരത്തിന് അവയവങ്ങളാണ്. ഇന്ന് നമ്മൾ 4 സ്ഥലങ്ങളിൽ ഈശോയുടെ സാന്നിധ്യം അതിശക്തമായി വെളിപ്പെടും നമ്മുടെ ജീവിതത്തിൽ. ഒന്ന്, നമ്മൾ 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിക്കുമ്പോൾ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. പിന്നെ എവിടെയാണ് കർത്താവ് ഉള്ളത്? നിൻ്റെ ഉള്ളിലുണ്ട്, എൻ്റെ ഉള്ളിലുണ്ട്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോയുടെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ഈശോ നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്നു. കർത്താവിൻ്റെ ശക്തി നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്നു. അതുപോലെ തന്നെ കൊളോസസ് 1:27 മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട്, എൻ്റെ ഉള്ളിലുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം വചനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടുകയാണ്. 4-മതായിട്ട് കർത്താവിൻ്റെ ഹോളി കമ്മ്യൂണിയൻ, ആ തിരുശരീര രക്തങ്ങളിലൂടെ കർത്താവിൻ്റെ അഭിഷേകം, അവൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടുകയാണ്. മുൻപിലും പിൻപിലും ഇടതും വലതും ഇങ്ങനെ ദൈവിക ജീവനിൽ പരിപോഷിപ്പിക്കപ്പെടുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ആ ഒരു പൂർണ്ണതയിൽ നിന്ന് പത്രോസ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ മരിച്ച ഒരു വ്യക്തി എഴുന്നേൽക്കുവാണ്. കർത്താവിൻ്റെ ശരീരവും രക്തവും നൽകുന്ന അഭിഷേകം, വചനം നൽകുന്ന അഭിഷേകം, ക്രിസ്തു ഉള്ളിലുണ്ടെന്നുള്ള ഉറപ്പ് നൽകുന്ന അഭിഷേകം, മറ്റുള്ളവരിലും ക്രിസ്തു ഉണ്ടെന്നുള്ള ആ ബോധ്യം നൽകുന്ന അഭിഷേകം. 4 അഭിഷേകം നിങ്ങളുടെ ഉള്ളിൽ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എനിക്ക് ഉറപ്പാണ് നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു ഇരിപ്പുണ്ട്, എൻ്റെ ഉള്ളിലും ക്രിസ്തു ഉണ്ട്. യേശു തന്നെ പറയും, ഈശോ തന്നെ പറയും, ക്രിസ്തു തന്നെ പറയും, നിങ്ങൾ 2 പേർ ഐക്യമെത്തിപ്പെടുമ്പോൾ, നിങ്ങൾ 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിക്കുമ്പോൾ നിങ്ങളുടെ നടുവിൽ ഞാൻ ഉണ്ടായിരിക്കും. കണ്ടോ? പിന്നെ ഹോളി കമ്മ്യൂണിയൻ, ഫൈനലി കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ അതിനകത്ത് കർത്താവിൻ്റെ അഭിഷേകം, ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിറയപ്പെട്ടിരിക്കുകയാണ്. സജീവമായ ആ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം. ഇന്ന് ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കാൻ സാധിച്ചവർ അവർക്കായി ദൈവത്തിന് നന്ദി പറയും. ഇനി വചനം കേൾക്കുവാൻ
കർത്താവ് കൃപ കൊടുക്കുന്നവർക്കായി നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങളുടെ നടുവിൽ അവിടുത്തെ സാന്നിധ്യം വ്യാപരിക്കുന്നതിനായി നന്ദി പറയും. ഇന്ന് വൈകിട്ട് കടന്നുറങ്ങുമ്പോൾ ഉള്ളിൽ ക്രിസ്തു ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ, സ്വന്തം കുടുംബാംഗങ്ങൾക്കുള്ളിലും ക്രിസ്തു ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ ഒരു കാര്യം കർത്താവ് ഇങ്ങനെ ഉള്ളിലെടുത്ത് പറയുന്നു. സഹോദരങ്ങളോട് ക്ഷമിക്കുവാൻ കഴിയാത്തവർക്ക് അവരുടെ ഉള്ളിലും ക്രിസ്തു ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുക. ക്ഷമിക്കുവാൻ കർത്താവ് കൃപ നൽകും. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സമാധാനം നൽകി ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും നമ്മളെല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പ്രയർ റിക്വസ്റ്റുകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്തോളുക. പ്രത്യേകം ദിവ്യകാരുണ്യ സന്നിധിയിൽ, ഈശോയുടെ സന്നിധിയിൽ, യേശുവിൻ്റെ സന്നിധിയിൽ അവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അടുത്ത ദിവസം ഞങ്ങൾ തിരിച്ചുള്ള യാത്രയുണ്ട്. പ്രത്യേകം എല്ലാവരും പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ കൃപയും സമാധാനവും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ്.